മയക്കുമരുന്ന് മാഫിയയെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനായി പല ലഹരി വിരുദ്ധ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇനി അവർക്കെതിരെ പ്രതികരിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് കൂടി അറിയണം. പത്തനംതിട്ട അടൂരിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിനെ അറിയിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ അമ്മയ്ക്കും മക്കൾക്കും നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. അടൂർ കോട്ടമുകൾ സ്വദേശി സലീന, മക്കളായ ഫൈസൽ, അഫ്സൽ എന്നിവർക്ക് നേരെയായിരുന്നു ഗുണ്ടാക്രമണം. കേസിൽ പ്രതികളായ സാബിർ, അർഷിദ്, ശ്രേയസ് എന്നിവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സലീനയും മക്കളും താമസിക്കുന്ന പറക്കോട് കോട്ടമുകളിലെ വീട്ടിലെത്തി പ്രതികൾ ഭീഷണിപ്പെടുത്തിയതും ഇവരെ ക്രൂരമായി മർദ്ദിച്ചതും. ഒന്നാം പ്രതി സബീറിന്റെ ലഹരി വിൽപ്പന പോലീസിൽ അറിയിച്ചതിന്റെ വൈരാഗ്യമാണ് ക്രൂരമർദ്ദനത്തിന് കാരണം. സൈക്കിൾ ചെയിനും പ്രത്യേകം തയ്യാറാക്കിയ ആയുധങ്ങളും ഉപയോഗിച്ചാണ് മൂവരെയും പ്രതികൾ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ സലീനയ്ക്കും മക്കളായ അഫ്സൽ, ഫൈസൽ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു. വീട്ടുപകരണങ്ങളും പ്രതികൾ തല്ലി തകർത്തു. തലയ്ക്കും കഴുത്തിനും പുറത്തും ഗുരുതരമായി പരിക്കേറ്റ ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തിന് ശേഷം പ്രതികൾ ബൈക്കിലും കാറിലുമായി രക്ഷപ്പെട്ടു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട.